നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർത്താണ്ഡത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയ മലയാളി വിദ്യാർത്ഥിനി മരിച്ചു എന്ന വാർത്ത പുറത്തുവരികയാണ്. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനിയായ അൻസിജി എന്ന 21 വയസ്സുകാരിയാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. കന്യാകുമാരി ജില്ലയിലെ കരിങ്കലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ നഴ്സിംഗ് 3-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ഇവർ. കോളേജിലെ അധ്യാപകരിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നുമുണ്ടായ രൂക്ഷമായ മാനസിക പീഡനമാണ് ഈ അൻസിജിയെ ഈ ജീവനൊടുക്കലിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. നേരത്തെ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന അൻസിജി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മോശം ഭക്ഷണത്തിനെതിരെ സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അധികൃതർ പുറത്താക്കുകയും ചെയ്തു. ഇതിനുശേഷം പുറത്തെ സ്വകാര്യ ഹോസ്റ്റലിൽ തങ്ങി പഠിച്ചു വന്ന വിദ്യാർത്ഥികളെ അധ്യാപകരും മാനേജ്മെന്റും നിരന്തരം വേട്ടയാടുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കരിങ്കൽ പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് അൻസിജി താഴേക്ക് ചാടിയത്. കൈകാലുകളും ശരീരഭാഗങ്ങൾക്കും ഗുരുതരമായ ഒടിവുകളും പരിക്കുകളും ഏറ്റ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ഉടൻ തന്നെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന വാദവുമായി കോളേജ് അധികൃതർ രംഗത്തെത്തി. വിദ്യാർത്ഥിനി കോളേജിൽ വിലക്ക് ലംഘിച്ച മൊബൈൽ ഫോണുമായി എത്തിയത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള മറ്റ് ആരോപണങ്ങളും പരാതികളും തികച്ചും അടിസ്ഥാനരഹിതമാണെന്നുമാണ് കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം. പെൺകുട്ടിയുടെ ദുരൂഹ മരണങ്ങളിൽ കോളേജ് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനുമെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരിങ്കൽ പോലീസ് കേസെടുക്കുകയും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം ശക്തമായിട്ടുണ്ട്. ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള അധ്യാപകരെയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിനെയും തീർച്ചയായും ചോദ്യചിഹ്നത്തിന് മുന്നിലെത്തിക്കും. അതുപോലെ തന്നെ പോലീസ് സംഘം കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. കുടുംബം വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്.